ഫ്രാൻസിലെ പാരീസിൽ സ്ഥിതി ചെയ്യുന്ന ഇരുമ്പ് ഗോപുരമാണ് ഈഫൽ ടവർ. 1889 മുതൽ 1931 വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത വസ്തു എന്ന ബഹുമതി ഈ കെട്ടിടത്തിന് സ്വന്തമായിരുന്നു. 1889 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100ാം വാർഷികങ്ങളോടനുബന്ധിച്ച് നടത്തിയ പ്രദർശനത്തിലാണ് ടവർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇരുമ്പ് ചട്ടക്കൂടിൽ 300.65 മീറ്റർ ഉയരത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗോപുരത്തിൻ്റെ 4 മുട്ടുകൾ 188 മീറ്റർ ഉയരത്തിൽ വെച്ച് യോജിക്കുന്നു. ശുദ്ധമായ ഇരുമ്പ് കൊണ്ട് 18,000-ഓളം ഭാഗങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നിർമ്മിച്ച് പാരീസിലെത്തിച്ച് കൂട്ടിയോജിപ്പിക്കുകയായിരുന്നു. ചതുരശ്ര കിലോമീറ്ററിന് 4.5 കിലോഗ്രാം മാത്രമാണ് ഈഫൽ ഗോപുരം അടിത്തറയിൽ പ്രയോഗിക്കുന്ന ബലം. ഇരുമ്പ് ചട്ടക്കൂടിന് 7,300 ടണ്ണോളം ഭാരമുണ്ട്. ആകെ ഭാരം 10,000 ടണ്ണാണെന്ന് കരുതപ്പെടുന്നു. 1889 ഗോപുരം നിർമ്മിക്കപ്പെട്ടപ്പോൾ മുകളിൽ സ്ഥാപിച്ചിരുന്ന പതാകയടക്കം 312.27 മീറ്റർ ഉയരമുണ്ടായിരുന്നു. 1991 റേഡിയോ സംരക്ഷണത്തിനുള്ള ആൻറ്റിന സ്ഥാപിച്ചപ്പോൾ ഉയരം 317.96 മീറ്ററായി. 2000-ലെ കണക്കനുസരിച്ച് ഈഫൽ ഗോപുരത്തിൻ്റെ ഉയരം 324 മീറ്ററാണ്. ഈഫൽ ടവറിന് ഓരോ വർഷവും ഏകദേശം 6 മുതൽ 7 ദശലക്ഷം വരെ സന്ദർശകരെ ലഭിക്കും. ടവറിൽ ഒരു മ്യൂസിയം, റെസ്റ്റോറൻറ്റുകൾ, ഷോപ്പുകൾ, ഒരു നിരീക്ഷണ ഡെക്ക് എന്നിവയുമുണ്ട്. ഗസ്തേവ് ഈഫലിൻ്റെ മേൽനോട്ടത്തിൽ 50ഓളം എഞ്ചിനീയർമാർ ചേർന്നാണ് ഗോപുരത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കിയത്. ലെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100ാം വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് 1889 മെയ് 6 മുതൽ ഒക്ടോബർ 31 വരെ നടന്ന എക്സ്പോസിഷൻ യൂണിവേഴ്സലെ എന്ന പ്രദർശനത്തിന് വേണ്ടിയാണ് ഈഫൽ ഗോപുരം നിർമ്മിച്ചത്.